പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ജൂൺ മാസം 30 മറക്കരുത്. ജൂൺ മാസം 30 അവസാന ഡേറ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വരെ മുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജൂൺ മാസം 30 മുമ്പായിട്ട് ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ഏകദേശം 25 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങാതെ തന്നെ 4 മാസത്തിലൊരിക്കൽ 2000 രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പലതരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളൊക്കെ പല സമയത്തും ഉണ്ടായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് തുക നിർത്തും, അതുപോലെ തന്നെ തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും തുക മുടങ്ങിയിട്ടൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം. പ്രത്യേകിച്ച് കർഷകർക്ക് പണമായിട്ട് നേരിട്ട് കൈകളിലേക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ്. മാത്രമല്ല, തുക വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ KYC ചെയ്യണം എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും KYC പൂർത്തീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂൺ മാസം 30 മുമ്പായിട്ട് PM കിസാൻ ഉപഭോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണിത്. PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും, ഇതിപ്പോൾ ആർക്കൊക്കെ ലഭിക്കുന്നുണ്ടോ അവരെല്ലാവരും തന്നെ മുൻപ് KYC ചെയ്ത ആളുകളും ചെയ്യാത്ത ആളുകളും എല്ലാവരും തന്നെ 2026-27 വർഷത്തേക്കുള്ള വാർഷിക KYC, അതായത് നമുക്ക് മസ്റ്ററിംഗ് എന്ന് തന്നെ പറയാം. നമുക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാനില്ല. അതുപോലെ തന്നെ ഈ ഒരു KYC ജൂൺ 2026-30 മുമ്പായിട്ട് നിർബന്ധമായിട്ടും പൂർത്തിയാക്കിയിരിക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം തടസ്സപ്പെടുകയാണ്. KYC ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പദ്ധതി ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും സമയബന്ധിതമായിട്ട് തന്നെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആശ്രയ കേന്ദ്രമുണ്ട്, ജനസേവന കേന്ദ്രങ്ങളുണ്ട്, സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കും. KYC ചെയ്യുമ്പോൾ വേണ്ട രേഖകളെന്ന് പറയുന്നത് ആധാർ കാർഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ. കഴിഞ്ഞ വർഷം KYC ചെയ്തവരും ഈ വർഷം വീണ്ടും KYC ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇല്ലെങ്കിൽ ഈ വർഷത്തെ PM കിസാൻ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. പ്രത്യേകം ഓർക്കുക, ഇതിൻ്റെ അവസാന തീയതി ജൂൺ മാസം 30 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു നടപടി പൂർത്തീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്.